ആവർത്തന പുസ്തകം അധ്യായം 23. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. വ്യഭിചാരി ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. വേശ്യയുടെ മകൻ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അവൻ്റെ 10ാം തലമുറ പോലും ദൈവസഭയിൽ പ്രവേശിക്കരുത്. ഒരു അമോന്യനോ മോവാബ്യനോ ദൈവത്തിൻ്റെ സഭയിൽ പ്രവേശിക്കരുത്. അവരുടെ 10ാം തലമുറ പോലും ഒരിക്കലും ദൈവസഭയിൽ പ്രവേശിക്കരുത്. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവുമായി വന്ന് വഴിയിൽ നിങ്ങളെ എതിരേൽക്കാതിരുന്നാലും നിന്നെ ശപിക്കുവാൻ അവർ മെസൊപ്പൊട്ടാമിയയിലെ പേദോരിൽ നിന്ന് ബെയോരിൻ്റെ മകനായ ബിലെയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതിനാലും തന്നെ. എന്നാൽ ബിലെയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ കർത്താവിന് മനസ്സിലായിരുന്നു. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവ് ശാപം നിനക്ക് അനുഗ്രഹമായി തീർത്തു. ആകയാൽ നിന്റെ ആയുഷ്കാലത്തൊരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത്. ഏദോമിനെ വെറുക്കരുത്, അവൻ നിന്റെ സഹോദരനാണ്. മിസ്രയീമിനെ വെറുക്കരുത്, നീ അവൻ്റെ ദേശത്ത് പരദേശിയായിരുന്നുവല്ലോ. 3ാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് കർത്താവിൻ്റെ സഭയിൽ പ്രവേശിക്കാം. ശത്രുക്കൾക്കെതിരെ പാളയമിറങ്ങുമ്പോൾ അയോഗ്യനായി ഒന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചു കൊള്ളണം. രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരുവൻ നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകണം, പാളയത്തിനകത്ത് വരരുത്. സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിച്ചിട്ട് സൂര്യൻ അസ്തമിച്ച ശേഷം അവന് പാളയത്തിൽ വരാം. ആഹൃത്തിന് പോകുവാൻ നിനക്ക് ഒരു സ്ഥലം പാളയത്തിന് പുറത്ത് ഉണ്ടായിരിക്കണം. നിന്റെ ആയുധങ്ങളുടെ കൂടെ ഒരു പാരയും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് കുഴിച്ച് ബാഹൃത്തിനിരുന്ന് നിന്റെ വിസർജനം മൂടിക്കളയണം. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്കേൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിൻ്റെ നടുവിലൂടെ നടക്കുന്നു. നിന്നിൽ അശുദ്ധി കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. യജമാനനെ വിട്ട് നിന്നെ അഭയം പ്രാപിച്ച ദാസനെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ അവന് ബോധിച്ചിടത്ത് നിന്നോടുകൂടെ പാർക്കട്ടെ. അവനെ ഞെരുക്കം ചെയ്യരുത്. ഇസ്രായേൽ പുത്രിമാരിൽ ഒരു വേശ്യ ഉണ്ടാകരുത്. ഇസ്രായേൽ പുത്രന്മാരിൽ വ്യഭിചാരിയും ഉണ്ടാകരുത്. വേശ്യയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ യാതൊരു നേർച്ചയായും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ കർത്താവിന് അറപ്പാകുന്നു. പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന ഏതെങ്കിലും സാധനത്തിനോ സഹോദരനോട് പലിശ വാങ്ങരുത്. അന്യനോട് പലിശ വാങ്ങാം. നീ കീഴടക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ കൈവയ്ക്കുന്നതിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുവാനായി സഹോദരനോട് നീ പലിശ വാങ്ങരുത്.
നിന്റെ ദൈവമായ കർത്താവിന് നേർച്ച നേർന്നാൽ അത് നിറവേറ്റുവാൻ വൈകരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് ചോദിക്കും, അത് നിനക്ക് പാപമായിരിക്കും. നേരാതിരിക്കുക എന്നത് പാപമാകയില്ല. നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിർവഹിക്കുകയും വായ്കൊണ്ട് പറഞ്ഞ നേർച്ച നിന്റെ ദൈവമായ കർത്താവിന് നേർന്നതുപോലെ നിറവേറ്റുകയും വേണം. കൂട്ടുകാരൻ്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടം പോലെ മുന്തിരിപ്പഴം തൃപ്തിയാകുവോളം നിനക്ക് തിന്നാം, എന്നാൽ നിന്റെ പാത്രത്തിലിടരുത്. കൂട്ടുകാരൻ്റെ വിളഭൂമിയിൽ കൂടിപ്പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം, എന്നാൽ കൂട്ടുകാരൻ്റെ വിളവിൽ നീ അരിവാൾ വയ്ക്കരുത്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർഗ്മോർ.